ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. കഥയുടെ പേര് നീ വരുവോളം. രചന ആമിക. അവതരണം ബിൻസു ഷിജി. വർഷങ്ങൾക്ക് പുറകിലെ ഒരു ഏപ്രിൽ മാസം. സൂര്യപ്രകാശം മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന പച്ചപ്പിൻ്റെ മണമുള്ള ഒരു പ്രഭാതത്തിലേക്കാണ് അന്ന് ശിവപുരം എന്ന സുന്ദരമായ ഗ്രാമം ഉണർന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ തണലിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ മലയോര ഗ്രാമം വെറുമൊരു സ്ഥലമല്ല, അതൊരു വികാരമാണ്. മണ്ണ് പൊന്നാക്കാൻ വിയർപ്പൊഴുക്കിയ കർഷകർ മാത്രം താമസിക്കുന്ന നാട്. അവിടെ ആർക്കും ആരോടും പകയില്ല. മതത്തിൻ്റെ മതിലുകളില്ല. പള്ളികളും ക്ഷേത്രങ്ങളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ പരസ്പരം ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു സ്വപ്നലോകം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. വർഷങ്ങൾക്ക് മുൻപ് ആരോ എഴുതിയ ഈ വരികൾ ശിവപുരത്തിന് വേണ്ടി മാത്രം രചിക്കപ്പെട്ടതാണെന്ന് തോന്നും. കാരണം അവിടെ ഓരോ മനുഷ്യനും എല്ലാവരെയും തങ്ങളുടെ സ്വന്തമായി കാണുന്നു. ഗ്രാമത്തിൻ്റെ ഒരറ്റത്ത് കുന്നിൻ ചരിവിനോട് ചേർന്ന് നിൽക്കുന്ന മാളിയേക്കൽ തറവാട്. പരസ്പര സ്നേഹമാണ് ഏറ്റവും വലിയ ധനമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പാവം മനുഷ്യരുടെ മനോഹരമായ ലോകം. ശിവപുരത്തെ കഠിനമായ മണ്ണിൽ ആദ്യമായി കലപ്പയിറക്കി പച്ചപ്പുണ്ടാക്കിയ മത്തായി ചേട്ടനും അദ്ദേഹത്തിൻ്റെ നിഴലായി കൂടെ നിന്ന മറിയാമ്മയുമായിരുന്നു മാളിയേക്കൽ തറവാടിൻ്റെ കരുത്തുറ്റ വേരുകൾ. ആ കുടുംബവൃക്ഷത്തിൽ സ്നേഹത്തിൻ്റെ ഇലകളായി പടർന്ന് പന്തലിച്ചവരായിരുന്നു മകൻ സണ്ണിക്കുട്ടിയും ഭാര്യ മേഴ്സിയും. വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിനും കണ്ണീരോടെയുള്ള പ്രാർത്ഥനകൾക്കും എണ്ണമറ്റ നേർച്ച കാഴ്ചകൾക്കും ഒടുവിൽ ദൈവം അവർക്ക് കനിഞ്ഞു നൽകിയ പുണ്യമായിരുന്നു ആ പുഞ്ചിരിമുത്ത് മോളൂട്ടി. അവളുടെ കുഞ്ഞു പാദങ്ങൾ ആ മണ്ണിൽ പതിഞ്ഞതോടെ മാളിയേക്കൽ തറവാട് സ്നേഹം തുളുമ്പുന്ന ഒരു കൊച്ചു സ്വർഗമായി മാറി. 4 വയസ്സുകാരിയായ മോളൂട്ടി. അവൾ ആ വീടിൻ്റെ മാത്രമല്ല, ശിവപുരത്തിൻ്റെ ആകെ കണ്ണിലുണ്ണിയായിരുന്നു. മുറ്റത്ത് മേഴ്സി നട്ടുപിടിപ്പിച്ച ചെടികളിൽ വിരിയുന്ന ഓരോ പൂവിനോടും, തൊഴുത്തിൽ അമർന്ന പൂവാലി പശുവിനോടും, മുറ്റത്ത് കൊക്കി നടക്കുന്ന കോഴികളോടും അവൾക്ക് 100 കൂട്ടം വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. ജീവനുള്ള സകലതിനോടും ആ കുഞ്ഞു ഹൃദയം സംവദിച്ചു. ആ കൊച്ചു മാലാഖയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ അപ്പച്ചനെ, മത്തായി ചേട്ടനെ ആയിരുന്നു. സൂര്യൻ ഉദിക്കുന്നത് മുതൽ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതുവരെ അവൾ അപ്പച്ചൻ്റെ നിഴലായിരുന്നു. ഉണ്ണാനും ഉറങ്ങാനും എന്തിനു പള്ളിയിൽ പോകാൻ പോലും അവൾക്ക് അപ്പച്ചൻ്റെ കൈവിരലുകൾ വേണം. തോട്ടുവരമ്പിലൂടെയും ഇടവഴികളിലൂടെയും മോളൂട്ടിയെ തോളിലേറ്റി മത്തായി ചേട്ടൻ നടന്നു പോകുമ്പോൾ ഗ്രാമവാസികൾ തമാശ കലർന്ന സ്നേഹത്തോടെ വിളിക്കും, വിക്രമാദിത്യനും വേതാളവും. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിശക്തിയും തെളിഞ്ഞ സംസാരവും ആ കുരുന്നിനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാക്കി. മെയ് മാസം അടുക്കുകയാണ്. ശിവപുരത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ആഘോഷങ്ങളുടെ മാസമാണ്. നാടിൻ്റെ കാവൽക്കാരനായ വിശുദ്ധൻ്റെ പത്രോസിൻ്റെ പെരുന്നാൾ. അവിടെ ജാതിയോ മതമോ അതിർവരമ്പുകൾ തീർക്കാറില്ല. മുസ്ലിം സഹോദരങ്ങളും ഹിന്ദുക്കളും ഒത്തുചേർന്ന് പള്ളിമുറ്റം അലങ്കരിക്കും. എല്ലാവരും ഒരേ പന്തിയിൽ ഭക്ഷണം കഴിക്കും. ആ പെരുന്നാൾ വെറുമൊരു മതപരമായ ചടങ്ങല്ല, മറിച്ച് മനുഷ്യത്വത്തിൻ്റെ മഹാസംഗമമായിരുന്നു. പെരുന്നാൾ പുലരി പിറന്നു. ശിവപുരം പള്ളിയുടെ മണികൾ മുഴങ്ങിയത് ഒരു വലിയ ആഘോഷത്തിൻ്റെ വിളംബരമായിട്ടായിരുന്നു. പുതുവസ്ത്രങ്ങളുടെ ഗന്ധവും അടുക്കളയിൽ നിന്ന് ഉയർന്ന അപ്പത്തിൻ്റെയും കറിയുടെയും മണവും ആ വീടിനെ ഉത്സവ ലഹരിയിലാക്കി. മോളൂട്ടി അന്ന് ശരിക്കും ഒരു കൊച്ചു മാലാഖയായിരുന്നു. പുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞ് മുത്തശ്ശൻ്റെ വിരലുകളിൽ തൂങ്ങി അവൾ നടന്നു. കാടും മീടും പിന്നിട്ട് പള്ളിയിലേക്കുള്ള ആ യാത്രയിൽ അവൾ മുത്തശ്ശനോട് 100 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. 1995 ആ പെരുന്നാൾ പുലരിയിൽ ആ പള്ളിമുറ്റം ഒരു മാന്ത്രിക ലോകമായി മാറിയിരുന്നു. ഇന്നത്തെ പോലെ വലിയ മാളുകളോ വമ്പൻ കളിപ്പാട്ടക്കടകളോ ഇല്ലാതിരുന്ന ആ കാലത്ത് ഒരു ഗ്രാമത്തിലെ കുട്ടികളുടെ സ്വപ്നലോകം പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ചെത്തുന്ന ഈ താൽക്കാലിക കടകളിലായിരുന്നു. പള്ളിമുറ്റത്ത് നിരനിരയായി ഓലമേഞ്ഞ കടകൾ ഉയർന്നിരുന്നു. പ്ലാസ്റ്റിക് കവറുകൾക്കുള്ളിൽ ഭദ്രമായി പാക്കറ്റിലാക്കി അടക്കി വെച്ച ഉഴുന്നാടകൾ, മഞ്ഞ നിറത്തിൽ തിളങ്ങുന്ന മൈസൂർ പാക്കുകൾ, പല നിറത്തിലുള്ള അലുവ കഷ്ണങ്ങൾ,
എന്നിവയുടെ മണം ആ അന്തരീക്ഷത്തിൽ ആകെ പടർന്നു. മോളൂട്ടിയുടെ കണ്ണുകൾ വിടർന്നത് ആ കടകൾക്ക് മുന്നിലായിരുന്നു. നിറമുള്ള ബലൂണുകൾ വിൽക്കുന്നവർ, ഊതിയാൽ ശബ്ദമുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് പീപ്പികളും വിസിലുകളും, തകരത്തിൽ തീർത്ത കൊച്ചു ബോട്ടുകളും വണ്ടികളും കളിമൺ പാത്രങ്ങളും, ടിൻ ടിൻ എന്ന് മണിമുഴക്കി വരുന്ന ഐസ് പെട്ടികൾ, പാത്രക്കടകൾ, കൊന്തബോധരവും കുരിശുമാലയും എല്ലാം നിരത്തി വച്ചിരിക്കുന്ന കടകൾ. മുത്തശ്ശൻ വാങ്ങി നൽകുന്ന ഓരോ ചെറിയ കളിപ്പാട്ടവും അവൾക്കും അവളുടെ കൂട്ടുകാർക്കും കിട്ടുന്ന വലിയ നിധികളായിരുന്നു. ആ വെച്ചുവാണി കടകളിലൂടെ മോളൂട്ടി അപ്പച്ചൻ്റെ വിരലിൽ തൂങ്ങി നടന്നത് ഒരു രാജകുമാരിയെപ്പോലെയായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ലഭിക്കുന്ന ആ ചെറിയ സന്തോഷങ്ങൾ അവൾ കൈനിറയെ വാരിക്കൂട്ടി. ആ തിരക്കിനും ബഹളത്തിനും ഇടയിലാണ് ദൂരെ ആൾക്കൂട്ടത്തിനിടയിൽ തൻ്റെ അമ്മയെ അവൾ കണ്ടത്. അപ്പച്ചാ, ദാ അമ്മ, ഞാനിപ്പോൾ വരാം. അത് പറഞ്ഞുകൊണ്ട് അനുവാദത്തിന് കാത്തു നിൽക്കാതെ തൻ്റെ കുഞ്ഞുടുപ്പിൻ്റെ തുമ്പ് ഉയർത്തിപ്പിടിച്ച് അവൾ ആ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞു. മത്തായി ചേട്ടൻ വാത്സല്യത്തോടെ ആ ഓട്ടം നോക്കി നിന്നു. അവൾ അമ്മയുടെ അടുത്തേക്ക് സുരക്ഷിതമായി എത്തുമെന്ന ഉറപ്പോടെ അദ്ദേഹം അവിടെ തന്നെ നിന്നു. അരമണിക്കൂറോളം കഴിഞ്ഞ് സണ്ണിയും മെഴ്സിയും അപ്പച്ചൻ്റെ അടുത്തെത്തി. അപ്പാ, വെയിൽ കൂടുന്നു, നമുക്ക് പെതുക്കെ പോയാലോ? സണ്ണി ചോദിച്ചു. മത്തായി ചേട്ടൻ ചുറ്റും നോക്കി. ആവാം, പക്ഷെ മോളൂട്ടി എവിടെ മേഴ്സി? ആ ചോദ്യം കേട്ടതും മേഴ്സിയുടെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു. എന്നാ ചോദ്യമായി ചോദിക്കുന്നത്? അവൾ അപ്പച്ചൻ്റെ കൂടെയല്ലേ പള്ളിയിൽ നിന്നത്? ആ വാക്കുകൾ ഒരിടുത്തി പോലെയാണ് അദ്ദേഹത്തിൻ്റെ കാതുകളിൽ മുഴങ്ങിയത്. അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷെ നിന്നെ കണ്ടപ്പോൾ അവൾ നിൻ്റെ അടുത്ത് എത്തിയില്ലേ? മത്തായി ചേട്ടൻ്റെ ശബ്ദം ഇടറി. എൻ്റെ ഈശോയെ, എൻ്റെ കൊച്ച്! മേഴ്സി വല്ലാത്ത ആന്തലോടെ അലറി വിളിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സണ്ണി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ പേടിക്കാതെ മേഴ്സി, അവൾ പരിചിതരായ ആരുടെയെങ്കിലും കൂടെ കാണും, അല്ലാതെ അവൾ എവിടെ പോകാനാണ്? ഞാൻ നോക്കിയിട്ട് വരാം. സണ്ണി ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു. ഓരോ മുഖങ്ങളിലും അവൻ തൻ്റെ മകളെ തിരഞ്ഞു. സുഹൃത്തുക്കളോടും അയൽക്കാരോടും ചോദിച്ചു, പക്ഷെ മറുപടി ഇല്ല എന്ന് മാത്രമായിരുന്നു. പെട്ടെന്ന് പള്ളിയിലെ മൈക്കിലൂടെ ആ അറിയിപ്പ് ശബ്ദം മുഴങ്ങി. ശ്രദ്ധിക്കുക, മാളിയേക്കൽ സണ്ണിയുടെ മകൾ മോളൂട്ടിയെ കാണാനില്ല. ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷം സണ്ണി തളർന്ന് തൻ്റെ കുടുംബം നിൽക്കുന്നിടത്തേക്ക് ഓടിയെത്തി. അപ്പാ, ഒരിടത്തും കുഞ്ഞിനെ കാണാനില്ല. സണ്ണിയുടെ വാക്കുകൾ കേട്ടതും ആ വൃദ്ധൻ നെഞ്ചിൽ കൈവച്ച് തളർന്ന് മണ്ണിലേക്ക് ഇരുന്നുപോയി. ശിവപുരത്തിൻ്റെ ആകാശം പെട്ടെന്ന് ഇരുണ്ടതുപോലെ തോന്നി. ആ സന്തോഷഗ്രാമം ഒരു നിമിഷം കൊണ്ട് നിശബ്ദമായി. സണ്ണി അപ്പൻ്റെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പം പേടിക്കണ്ട, നമ്മുടെ കുഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് കണ്ടുപിടിക്കാം. സണ്ണി കൈ പിൻവലിച്ചതും ആ വൃദ്ധശരീരം ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു. മോളൂട്ടിയോടുള്ള സ്നേഹം ആ വയോധികൻ്റെ ഹൃദയത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു. തൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് ആ മാലാഖക്കുട്ടി മാഞ്ഞുപോയ ആ നിമിഷം ആ വലിയ സ്നേഹത്തിൻ്റെ ഹൃദയമെടുപ്പ് നിലച്ചു പോയിരുന്നു. പെരുന്നാൾ ആഘോഷത്തിൻ്റെ ആഹ്ലാദ ആരവങ്ങൾ ഒരു നിമിഷം കൊണ്ട് കൂട്ടക്കരച്ചിലായി മാറി. സന്തോഷത്തിന് വെളിച്ചം നിറഞ്ഞ പള്ളിമുറ്റം പെട്ടെന്ന് ശോകമൂകമായി. തൻ്റെ പൊന്നുമോളെ കാണാതായ സങ്കടത്തിനിടയിൽ പ്രിയപ്പെട്ട അപ്പൻ്റെ വേർപാടും കൂടി വന്നതോടെ സണ്ണിയും മെഴ്സിയും വല്ലാതെ തകർന്നു. പള്ളിപ്പരിസരത്തെ ആൾക്കൂട്ടം വിറങ്ങലിച്ചു നിന്നു. മൊബൈൽ ഫോണുകളോ ഇൻ്റർനെറ്റോ ഇന്നത്തെ പോലെ സുലഭമല്ലാത്ത കാലം. ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ആരോ പള്ളിയിലെ ലാൻഡ് ഫോണിൽ നിന്നും വിവരം അറിയിച്ചു. നാട്ടുകാർ സംഘങ്ങളായി തിരഞ്ഞ് ടോർച്ചുകളുമായി റബ്ബർ തോട്ടങ്ങളിലേക്കും കാട്ടിലേക്കും ഇറങ്ങി. അപ്പോഴേക്കും മത്തായി ചേട്ടൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് ആളുകൾ മാളിയേക്കൽ തറവാട്ടിലേക്ക് നീങ്ങി. ആ നിമിഷത്തിനപ്പുറം ആ ഗ്രാമത്തിലെ ആർക്കും വിശപ്പും ദാഹവും ഉണ്ടായിരുന്നില്ല. ആരും ഉറങ്ങിയതുമില്ല. ഓരോ വീട്ടമ്മയും തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതുപോലെ വാവിട്ട് കരഞ്ഞു. പോലീസും നാട്ടുകാരും പുഴയോരങ്ങളും കിണറുകളും പാടവരമ്പുകളും അരിച്ചു പെറുക്കി. പക്ഷേ മോളൂട്ടിയുടെ ഒരടയാളം പോലും കണ്ടെത്താനായില്ല. അവൾ മണ്ണിൽ അലിഞ്ഞുപോയോ അതോ വിണ്ണിലേക്ക് പറന്നുപോയോ എന്നാ ഗ്രാമം സംശയിച്ചു. ശിവപുരത്തെ പള്ളിമുറ്റത്ത് നിലവിളികൾ ഉയരുമ്പോൾ ഏകദേശം 30 കിലോമീറ്റർ അകലെ ആ കാളവണ്ടി വിജനമായ പാതയിലൂടെ നീങ്ങുകയായിരുന്നു. മോളൂട്ടിയുടെ കൈകാലുകൾ വള്ളി കൊണ്ട് മുറുക്കി കെട്ടിയിരുന്നു.
വായ മൂടിക്കെട്ടിയ തുണിക്കുള്ളിൽ അവളുടെ നിലവിളികൾ ശ്വാസം മുട്ടി ഉരുഞ്ഞു. വൈക്കോൽ കൂനയ്ക്കിടയിൽ കിടക്കുമ്പോൾ മോളൂട്ടിക്ക് തൻ്റെ അപ്പച്ചൻ്റെ വിരൽത്തുമ്പിലെ ചൂട് ഓർമ്മ വന്നു. അപ്പച്ചാ എന്ന് വിളിക്കാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷെ പുറത്തു വന്നത് വെറും ദീനമായ മുളലുകൾ മാത്രം. ആ വണ്ടി ഓടിക്കുന്ന ആൾ കാളകളെ ക്രൂരമായി അടിച്ചുകൊണ്ടിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ കാട്ടുപാതകളിലൂടെ ആ വണ്ടി നീങ്ങി. ഓരോ കുഴിയിൽ ചാടുമ്പോഴും ആ കുഞ്ഞു ശരീരം വണ്ടിയുടെ തടിയിൽ തട്ടി മുറിഞ്ഞു. വിശപ്പും ദാഹവും ഭയവും കൊണ്ട് അവൾ തളർന്നു. ഏകദേശം 2 ദിവസത്തെ ദുസ്സഹമായ യാത്രയ്ക്കൊടുവിൽ അവർ അതിർത്തി കടന്ന് മുന്നോട്ട് യാത്ര തുടർന്നു. ഒടുവിൽ ആ വാഹനത്തിൻ്റെ അനക്കം നിന്നു. അവിടെ മോളൂട്ടിയെയും കാത്തിരുന്നത് രുദ്രൻ എന്ന ഭിക്ഷാടന മാഫിയ തലവനായിരുന്നു. മോളൂട്ടിയെ കണ്ടതും അയാൾ ക്രൂരമായി ചിരിച്ചു. എനിക്ക് അപ്പച്ചനെ കാണണം, എനിക്ക് വീട്ടിൽ പോകണം. അവളിൽ നിന്നും വിറയലോടെ വാക്കുകൾ പുറത്തേക്ക് വന്നു. ഇനി നിനക്ക് അപ്പനും അമ്മയുമില്ല, നീ എൻ്റെ കയ്യിലെ വെറും ഒരു കളിപ്പാവ മാത്രം. അത് പറഞ്ഞുകൊണ്ട് അയാൾ അലറിച്ചിരിച്ചു. ആ കുഞ്ഞു കണ്ണുകൾ ഒരാശ്രയത്തിനായി ചുറ്റും തിരിഞ്ഞു. അവിടെ അവളെപ്പോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മാസങ്ങളോളം നീണ്ട പീഡനങ്ങൾ. അവളുടെ കളിച്ചിരികൾ മാഞ്ഞു. മുടി ജട പിടിച്ചു. ഉടയാടകൾ കീറിപ്പറഞ്ഞു. ഒടുവിൽ പഴനിമലയുടെ ചുവട്ടിൽ ഭിക്ഷ യാചിക്കുന്ന ഒരുപാട് ഭിക്ഷക്കാർക്കൊപ്പം ഒരു കുഞ്ഞു ബാല്യം കൂടി. നാളുകൾക്ക് ശേഷം പഴനിയിലെ തിരക്കേറിയൊരു പ്രഭാതത്തിൽ വിധിയുടെ മറ്റൊരു കവാടം അവൾക്ക് മുന്നിൽ തുറന്നു. അന്ന് ക്ഷേത്ര പരിസരത്ത് ഭിക്ഷ യാചിക്കുകയായിരുന്ന മോളൂട്ടി ആ കാഴ്ച കണ്ടു. തന്നിൽ നിന്നും ഒരുപാട് അകലെ അല്ലാതെ ഒരു കാർ. അതിൽ നിന്നും ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി. ആ കാറിൻ്റെ ഡിക്കി തുറന്നു. അയാൾ വളരെ ശ്രദ്ധയോടെ അതിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്കുന്നു. അവൾ രുദ്രനെ പാളി നോക്കി. അയാളുടെ ശ്രദ്ധ മറ്റെന്തിലോ ആണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം അവൾ ഉണർന്നു. അവൾ ശ്വാസം അടക്കി പിടിച്ചു. ആ ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയോട് സംസാരിക്കാനായി ഒന്ന് തിരിഞ്ഞ ആ നിമിഷം മോളൂട്ടി ഒരു നിഴൽ പോലെ ഡിക്കിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി. ധം! സംസാരിച്ചു കൊണ്ടിരുന്ന ആ യുവാവ് തിരിഞ്ഞു നോക്കാതെ ആ കാറിൻ്റെ ഡിക്കി അടച്ചു. ഉള്ളിൽ കൂരിരുട്ട്. അപ്പോൾ പുറത്ത് രുദ്രൻ്റെ ക്രൂരമായ അലർച്ച അവൾ കേട്ടു. എവിടെ പോയി ആ ശവം? ഇപ്പോൾ ഇവളെ കണ്ടതാണല്ലോ. രുദ്രൻ്റെ അലർച്ച കേട്ട് അവൾ ഡിക്കിക്കുള്ളിലെ തുണികൾക്കിടയിൽ ചുരുണ്ടുകൂടി. ഹൃദയം വാരിയെല്ലുകൾ തകർക്കും വിധം മിടിക്കുന്നു. വിയർപ്പ് തുള്ളികൾ അവളുടെ കണ്ണുകളിലേക്ക് ഒലിച്ചിറങ്ങി. പെട്ടെന്ന് കാർ സ്റ്റാർട്ടായി. ടയറുകൾ കല്ലും മണ്ണും തെറിപ്പിച്ച് വേഗതയാർജിച്ചു. രുദ്രൻ്റെ ക്രൂരമായ ലോകത്ത് നിന്ന് തന്നെ എങ്ങോട്ടെന്നില്ലാതെ കൊണ്ടുപോകുന്ന ആ ഇരുട്ടറയ്ക്കുള്ളിൽ കിടക്കുമ്പോൾ മോളൂട്ടി ആദ്യമായി ഒന്ന് ആശ്വസിച്ചു. ആ കാറിൻ്റെ വേഗതയിൽ അവളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു നിന്നു. കാർ ദൂരേക്ക് കുതിച്ചു പാഞ്ഞു. തുടരും. നമ്മുടെ പ്രിയപ്പെട്ട രാജകുമാരിയുടെ യാത്ര വീണ്ടും അപകടത്തിലേക്കാണോ? കാത്തിരുന്ന് കാണാം. അടുത്ത ഭാഗവുമായി വീണ്ടും കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.